ാണ് റിയ നമുക്കൊപ്പമുണ്ട്. റിയ, എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധുക്കളോ മറ്റോ പറഞ്ഞിട്ടുണ്ടോ? ദിവിഷ, അല്പസമയം മുമ്പാണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ, ലിസി ആശുപത്രിയിൽ കഴിഞ്ഞ 1 മാസത്തോളമായി ചികിത്സയിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 1 മാസത്തോളമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കവിയൂർ പൊന്നമ്മ. പക്ഷേ അവർ ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ എത്തുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പം സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളും. നിരവധി പേർ ആ പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തതാണ്. ആ പ്രതീക്ഷകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് 79-ാം വയസ്സിൽ മലയാള സിനിമയിൽ ഒട്ടേറെ അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ, മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മയായി മാറിയ കവിയൂർ പൊന്നമ്മ വിട പറയുന്നത്. അത് മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയിൽ അവർ ഇല്ലെങ്കിൽ പോലും ചെയ്ത എത്രയോ സിനിമകൾ, ആ സിനിമയിലെ അമ്മ വേഷങ്ങൾ, അതിനു മുമ്പ് വെള്ളിത്തിരയിൽ അഭിനയിച്ച വേഷങ്ങൾ, അങ്ങനെ സംസ്ഥാന പുരസ്കാരങ്ങൾ, അവരുടെ ഒറ്റ അഭിനയം കൊണ്ട്, അവരുടെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ സ്ക്രീനിലേക്ക് അവർ എത്തിയത് കൊണ്ട് മാത്രം മനോഹരമായി മാറിയ എത്രയോ വേഷങ്ങൾ. അങ്ങനെ മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ ലോകമാകെ അമ്മയെന്ന് വിളിക്കുന്ന കവിയൂർ പൊന്നമ്മ ഇനിയില്ല എന്ന വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് വരുന്നത്. ലിസി ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ചികിത്സയിൽ ഉണ്ടായിരുന്നത്. വാർദ്ധക്യ സഹജമായ പല അസുഖങ്ങളും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു. അടുത്ത ബന്ധുക്കൾ ഒപ്പം തന്നെ സുഹൃത്തുക്കളടക്കം ആശുപത്രിയിൽ എത്തുകയും കവിയൂർ പൊന്നമ്മയെ കാണുകയും ഒക്കെ ചെയ്തതാണ്. പലരും ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ എത്തുമെന്നൊരു പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ ഇല്ലാതായിരിക്കുന്നു. ഏറ്റവും സങ്കടകരമായ വാർത്ത തന്നെയാണ് ലിസി ആശുപത്രിയിൽ നിന്ന് അല്പസമയം മുമ്പ് പുറത്തു വരുന്നത്. കവിയൂർ പൊന്നമ്മ ഇനിയില്ല, അവർ മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തുടർ ചടങ്ങുകളെ സംബന്ധിച്ചും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഏതാനും മിനിറ്റുകൾക്കകം തന്നെ, അല്പസമയത്തിനകം തന്നെ ബന്ധുക്കളും സിനിമാ മേഖലയിലെ മറ്റു ആളുകളും ഒക്കെ നമ്മളെ അറിയിക്കും. കവിയൂർ പൊന്നമ്മയാണ് ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിത്വമാണ്. സിനിമാ മേഖലയിൽ ഒരുപാട് ബന്ധമുള്ള വ്യക്തിത്വമാണ്. ഒട്ടേറെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി സിനിമാ മേഖലയിൽ അരങ്ങിൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയായി, ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായി തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അവരെ അവസാനമായി കാണണമെന്നുണ്ട്, അവർക്ക് യാത്രയപ്പ് നൽകണമെന്നുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഒരുക്കങ്ങൾ ഒരുപക്ഷെ ഒരുക്കാനുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അത്തരം വിവരങ്ങൾ, വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ടത് കവിയൂർ പൊന്നമ്മേനി ഇല്ല എന്ന വാർത്ത കേൾക്കുമ്പോൾ അത് സിനിമാ മേഖലയ്ക്കുണ്ടാക്കുന്ന ഒരു നഷ്ടം, ആ ഒരു വിടവ്, ആ ഒരു ശൂന്യത തന്നെയാണ്. കാരണം ഒരുപാട് സിനിമകളിൽ മറ്റൊരാളില്ലാത്ത വിധത്തിൽ കുറേ അധികം സിനിമകൾ അങ്ങനെ തന്നെ അവിടെ ഉണ്ട്, മലയാള സിനിമയിലുണ്ട്. നമ്മൾ കണ്ടുമറന്ന എത്രയോ സിനിമകളിൽ അവരിങ്ങനെ തിളങ്ങി നിൽക്കുന്നതാണ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന എത്രയോ വേഷങ്ങൾ, എത്രയോ മുഖങ്ങൾ അവർ അഭിനയിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പൊക്കെ പല വിശേഷ ദിവസങ്ങളിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ സംസാരിച്ചിരുന്നു. അന്നൊക്കെ എത്ര പ്രിയപ്പെട്ടതായിരുന്നു സിനിമയെന്നതും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നത്. കുറച്ചുനാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തിരികെ വന്നപ്പോഴും അഭിനയത്തെക്കുറിച്ച്, മലയാള സിനിമയിൽ ഇതുവരെ ചെയ്ത വേഷങ്ങളെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുമായിരുന്നു. എന്തായാലും ഏതാണ്ട് 1 മാസത്തോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് മലയാളത്തിൻ്റെ പ്രിയ നടി, മലയാളത്തിൻ്റെ പ്രിയ അമ്മ കവിയൂർ പൊന്നമ്മ ഇല്ല എന്ന വാർത്ത, അവർ മരണത്തിന് കീഴടങ്ങി എന്ന വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നത്.